So the next topic is properties of Laplace transform. In the last lecture we discussed about how to find the Laplace transform of different signals and how to find the region of convergence and poles and zeros. Now what are the properties of Laplace transform? The first property of Laplace transform is linearity property. സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിനകത്ത് നമ്മൾ പല ടോപ്പിക്സ് പഠിച്ചപ്പോഴും എന്താണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്ന് പഠിച്ചിട്ടുണ്ട്. ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ അക്കോർഡിംഗ് ടു ലീനിയാരിറ്റി പ്രോപ്പർട്ടി വി ക്യാൻ സേ ദാറ്റ് ഡെഫിനിഷൻ ഒന്നും പറയണ്ടല്ലോ. പ്രോപ്പർട്ടി ഓഫ് ലീനിയാരിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം ദാറ്റ് ഒബേസ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. നമ്മൾ സിഗ്നൽസ് പഠിച്ചപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിഗ്നൽസ് പഠിച്ചപ്പോൾ അവിടെ നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഈ സെയിം കൺസെപ്റ്റ് ലീനിയാരിറ്റി പറഞ്ഞിട്ടുണ്ട്. അതേ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്താണ്, സൂപ്പർ പൊസിഷൻ തിയറത്തിൽ അത് എന്തൊക്കെ ഒബേ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സെയിം കേസാണ് ഇവിടെയും പറയുന്നത്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എ ഇൻറ്റു എക്സ് വൺ ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു എക്സ് ടു ഓഫ് ടി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് വൺ ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ടു ഓഫ് ടി എന്നാണ് പറയുക. അതായത് സിഗ്നൽസിനെ സെപ്പറേറ്റ് ആയിട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്താലും സിഗ്നൽസിൻ്റെ സം കണ്ടുപിടിച്ചിട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ചെയ്താലും എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് സെയിം ആണ്. നമ്മളിത് വെച്ചിട്ട് ഓൾറെഡി പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, ലാപ്ലാസ് ട്രാൻസ്ഫോം റീജിയൻ ഓഫ് കൺവർജൻസും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട്. സോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞേക്കുവാണ്, ഇഫ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി ഈസ് എക്സ് ഓഫ് എസ്, we can say that Laplace transform of x1 of t equal to x1 of s and Laplace transform of x2 of t equal to x2 of s. അത് നമ്മൾ പറയുവാണ്, x of t യുടേത് x of s ആണെങ്കിൽ x1 of t യുടേത് x1 of s ഉം x2 of t യുടേത് x2 of s ആണെന്നും പറയാം. ഇനി നമുക്ക് എന്തിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്, a ഇൻറ്റു x1 of t പ്ലസ് b ഇൻറ്റു x2 of t. ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്താ എഴുതാം, ഇൻ്റഗ്രൽ എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ എന്ത് എഴുതി, ഇക്വേഷൻ എഴുതി, ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഇൻറ്റു എക്സ് വൺ ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു എക്സ് ടു ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. അതായത് നമ്മൾ നോർമൽ ഇക്വേഷൻ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ വി ക്യാൻ റൈറ്റ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഇൻറ്റു എക്സ് വൺ ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി. ഈ റേസ് ടു മൈനസ് എസ് ടി എന്ത് ചെയ്തു, നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ലീനിയർ ആണ്. ഇതിന് ഓരോന്നിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്താലും സെപ്പറേറ്റ് അല്ല, സം കണ്ടുപിടിച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താലും സെയിം ആണ് കിട്ടുക. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ എ എക്സ് വൺ ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി പ്ലസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ബി എക്സ് ടു ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി. ഇനി ഇതിനെ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുക, ഒരു സിഗ്നലിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ എങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി അല്ലേ. ഇവിടെ എന്താ ഇപ്പോൾ പറഞ്ഞേക്കുന്നത്, എ എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആണ്, അതിനെ ഞാൻ ഇങ്ങോട്ട് പുറത്തോട്ട് എടുക്കുവാണ്. എ ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് വൺ ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താ, ഈ സിഗ്നലിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് അല്ലേ. അത് എക്സ് വൺ ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എക്സ് വൺ ഓഫ് എസ് അല്ലേ. അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം, എ ഇൻറ്റു എക്സ് വൺ ഓഫ് എസ് പ്ലസ് ഇവിടുത്തെ കോൺസ്റ്റൻ്റ് എന്താ, ബി, ബി ഇൻറ്റു എക്സ് ടു ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി മീൻസ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ടു ഓഫ് ടി. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എക്സ് ടു ഓഫ് എസ്. ദാറ്റ് ഈസ് നമ്മളിപ്പോൾ എന്താ പ്രൂവ് ചെയ്തത്, ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എ എക്സ് വൺ ഓഫ് ടി പ്ലസ് ബി എക്സ് ടു ഓഫ് ടി is equal to a into x1 of s plus b into x2 of s. ഇതല്ലേ നമ്മൾ പ്രൂവ് ചെയ്തത്. ഇതാണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അത് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, നമ്മളിത് വെച്ച് ഓൾറെഡി പ്രോബ്ലം ചെയ്തതാണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ടൈം സ്കെയിലിംഗ്. അക്കോർഡിംഗ് ടു ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി, ഇഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി ഈസ് എക്സ് ഓഫ് എസ്, ദെൻ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എ ടി ഇസ് ഈക്വൽ ടു 1 ബൈ മോഡുലസ് ഓഫ് എ എക്സ് ഓഫ് എസ് ബൈ എ. അതായത് എക്സ് ഓഫ് ടീൻ്റെ ആണെങ്കിൽ എക്സ് ഓഫ് എസ് എന്ന് എഴുതും, എക്സ് ഓഫ് എ ടി വരുവാണെന്നുണ്ടെങ്കിൽ 1 ബൈ മോഡുലസ് ഓഫ് എ എക്സ് ഓഫ് എസ് ബൈ എ എന്നാണ് വരിക. നമ്മൾ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, ഡെൽ ഓഫ് എ ടി ഈസ് ഈക്വൽ ടു
1/a del of t. ഇത് പ്രോപ്പർട്ടി ഒന്നുമല്ല, അത് ഇമ്പൾസ് റെസ്പോൺസിൻ്റെ ഇമ്പൾസ് സിഗ്നലിൻ്റെ പ്രോപ്പർട്ടിയാണത്. അല്ലാണ്ട് ഇങ്ങനെ ടൈം സ്കെയിലിംഗ് ഒന്നും പറയുമ്പോഴല്ല, അല്ലാതെ തന്നെ നമ്മൾ ഇമ്പൾസ് സിഗ്നൽ എഴുതുമ്പോൾ del of at ആണെങ്കിൽ 1/a del of t ആണ്. അത് ജസ്റ്റ് ഓർക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ എനിവേ, ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി അറിയാമെങ്കിൽ എക്സ് ഓഫ് at കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1/a എക്സ് ഓഫ് s/a ചെയ്താൽ മതി. ഈ പ്രോപ്പർട്ടി എല്ലാം നമ്മൾ പഠിക്കുന്നത് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. സോ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് at ഈസ് ഈക്വൽ ടു, നമ്മൾ ഇക്വേഷൻ കൊടുക്കുകയാണ്, ഇൻ്റഗ്രൽ 0 to ∞ എക്സ് ഓഫ് at e⁻st dt. അപ്പോൾ ഇതിനകത്തിന് നമ്മൾ ചെയ്യാൻ എളുപ്പത്തിനായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. a × t ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ടി. അപ്പോൾ ഈ സ്മോൾ ടീനെ എനിക്ക് എന്തെന്ന് എഴുതാം? ക്യാപിറ്റൽ ടി ബൈ സ്മോൾ എ. ദെൻ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ടി ബൈ എ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതങ്ങനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതായത് ടി ഈക്വൽ ടു ടി ബൈ എ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 1/a × ടി. അപ്പോൾ ഡി ടി ഈസ് ഈക്വൽ ടു 1/a × ഡി ടി. അത്ര ഉള്ളൂ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദെൻ എനിക്ക് എങ്ങനെ എഴുതാം? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ക്യാപിറ്റൽ ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ∞ എക്സ് ഓഫ് ക്യാപിറ്റൽ ടി, ബിക്കോസ് at ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു e⁻s ടി ബൈ എ. സ്മോൾ ടിക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, ഇൻറ്റു ഡി ടി ബൈ എ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? ഈ 1/a കോൺസ്റ്റൻ്റ് ആണല്ലോ, അത് ഞാനിങ്ങനെ എടുക്കുവാണ്. ഇൻ്റഗ്രൽ 0 to ∞ എക്സ് ഓഫ് ടി e⁻s/a ഇൻറ്റു ടി ബൈ ഡി ടി. ഇത് എന്താണെന്ന് നോക്കിയേ. നമ്മൾ നോർമലി എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത്? എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു, അതായത് ഒരു നോർമൽ സിഗ്നൽ എഴുതുമ്പോൾ എക്സ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സ് ഓഫ് എസ് ആണ് അല്ലേ? അപ്പോൾ അതെങ്ങനെ എഴുതാം? ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇൻ്റഗ്രൽ 0 to ∞ എക്സ് ഓഫ് ടി e⁻st ഡി ടിനെയാണ് ഞാൻ എന്തെന്ന് എഴുതുക? എക്സ് ഓഫ് എസ് എന്ന് എഴുതുക. അപ്പോൾ എക്സ് ഓഫ് ടി e⁻st ബൈ ഒരു എ എന്നുണ്ടെങ്കിൽ അതിനെനിക്ക് എങ്ങനെ എഴുതാം? എക്സ് ഓഫ് എസ് ബൈ എ എന്ന് എഴുതാം. കാരണം എന്താ? e⁻st ആണെങ്കിൽ ദാറ്റ് ഈസ് എക്സ് ഓഫ് എസ്. e⁻s ബൈ എ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. സിമിലർലി ഇവിടെ എന്ത് എഴുതി? ഇവിടെ ഈ സിഗ്നൽ എക്സ് ഓഫ് ടി ആണ്. e⁻s ഇൻറ്റു ക്യാപിറ്റൽ ടി ആണെങ്കിൽ അതിനെനിക്ക് എക്സ് ഓഫ് എസ് എന്ന് എഴുതായിരുന്നു. ഇവിടെ എന്താ? എക്സ് ഓഫ് ടി ഇൻറ്റു e⁻s ബൈ എ ഇൻറ്റു ടി. അപ്പോൾ ഇതിനെനിക്ക് എന്താണെന്ന് എഴുതാം? 1/a കോൺസ്റ്റൻ്റ് ആണ് എക്സ് ഓഫ് എസ് ബൈ എ. ഇവിടെ പറഞ്ഞ സെയിം കൺസെപ്റ്റ്. ഇവിടെ സ്മോൾ ടി ആണ്, ഇവിടെ അതിന് പകരം ക്യാപിറ്റൽ ടി എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ സിഗ്നലിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. സോ ക്യാൻ ബി റിട്ടൺ ആസ് 1/a എക്സ് ഓഫ് എസ് ബൈ എ. ഇതെന്ത് പറയുക? ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് ഈസ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ദാറ്റ് ഈസ് ഇഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി ഈസ് എക്സ് ഓഫ് എസ്. ഇത് എല്ലാത്തിലും എന്താണ്? ഡിഫോൾട്ടാണ് കേട്ടോ, ഇത് ഇനി എപ്പോഴും പറയത്തില്ല. ദെൻ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് t⁻t0 അല്ലെങ്കിൽ t- ഒരു കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു e⁻s⁻t0 ഇൻറ്റു എക്സ് ഓഫ് എസ്. അതായത് ടിയിലൊരു ഷിഫ്റ്റ് വന്നാൽ അതെവിടെ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും? ഇവിടെ ടിയിലൊരു ഷിഫ്റ്റ് വന്നാൽ അതിവിടെ e⁻ ആ ടേമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ഇത് പറയുമ്പോൾ ഒരു കാര്യം ബൈ ഡിഫോൾട്ട് നിങ്ങൾ ഓർക്കുക, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് t0 വന്നാൽ അവിടെ എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു e⁻s⁻t0 എക്സ് ഓഫ് എസ്. മൈനസ് വന്നാൽ ഇവിടെ മൈനസ് വരും, പ്ലസ് വന്നാൽ ഇവിടെ എന്ത് വരും? പ്ലസ് t0 വരും. അത് അങ്ങനെ തന്നെ ഓർക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് t⁻t0 ഇൻ്റഗ്രൽ 0 to ∞ എക്സ് ഓഫ് t⁻t0 e⁻st dt. ഇങ്ങനെ വരുമ്പോഴെല്ലാം നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും ചെയ്യുന്ന കണക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. അപ്പോൾ എന്ത് വരും? t⁻t0 ഈക്വൽ ടു ക്യാപിറ്റൽ ടി. നമ്മൾ നേരത്തെ എന്ത് ചെയ്തു? എക്സ് ഓഫ് at വന്നപ്പോൾ അവിടെ സ്കെയിലിങ്ങിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? a × t ഈക്വൽ ടു ക്യാപിറ്റൽ ടി എന്ന് കൊടുത്തു. ഇവിടെ t⁻t0 ഈക്വൽ ടു ക്യാപിറ്റൽ ടി. സോ സ്മോൾ ടി ഈസ് ഈക്വൽ ടു ടി പ്ലസ് t0. ദെൻ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു ഡി ടി. കാരണം ഈ t0 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്, ടൈമിൽ വന്നൊരു ഷിഫ്റ്റാണ്, അതുകൊണ്ടാണ്
ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻറ്റ് 0 ആയി പോയത്. ഡി ടി ഈസ് ഈക്വൽ ടു ഡി ടി. ഇനി ഇതിനകത്തോട്ട് കൊടുക്കുക ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി മൈനസ് ടി 0 അല്ലെങ്കിൽ എക്സ് ഓഫ് ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇ റേസ് ടു എക്സ്, ഇതിന് ക്യാപിറ്റൽ ടി എന്ന് കൊടുത്തു, ഇ റേസ് ടു മൈനസ് ഇൻറ്റു എസ് ഇൻറ്റു സ്മോൾ ടി ഈസ് ഈക്വൽ ടു ടി പ്ലസ് ടി 0 ഡി ടി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ക്യാപിറ്റൽ ടി ആണ്. അപ്പോൾ എന്ത് ചെയ്തു, ഇ റേസ് ടു മൈനസ് ഈ ടി 0 ഇങ്ങ് പുറത്തോട്ട് എടുത്തു. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ക്യാപിറ്റൽ ടി ഡി ടി. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്കറിയാം ദിസ് ഈസ് ഇ റേസ് ടു മൈനസ് എസ് ടി 0. ഇതിനെനിക്ക് എങ്ങനെ എഴുതാം, എക്സ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. സോ ദിസ് ഈസ് എക്സ് ഓഫ് എസ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എസ് ടി 0 ഇൻറ്റു എക്സ് ഓഫ് എസ്. ഇത് ഈ സിഗ്നലിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ഓഫ് എസ്. നെക്സ്റ്റ് ഈസ് ഷിഫ്റ്റിംഗ് ഇൻ എസ് ഡൊമൈൻ. അതായത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എസ് 0 ഇൻറ്റു ടി എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എസ് മൈനസ് എസ് 0. റിലേറ്റ് ചെയ്ത് പഠിക്കുക. നേരത്തെ നമ്മൾ എന്ത് പഠിച്ചു, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി മൈനസ് ടി 0 ഇസ് ഈക്വൽ ടു എന്ത് വന്നു, ഇ റേസ് ടു മൈനസ് എസ് ടി 0 എക്സ് ഓഫ് എസ് എന്ന് വന്നു. അതായത് ഇവിടെ ടൈമിലൊരു ഷിഫ്റ്റ് വന്നാൽ ഇതിവിടെ എക്സ്പൊണൻഷ്യലായിട്ട് വരും. ഇവിടെ എസ് ഡൊമൈനിലൊരു ഷിഫ്റ്റ് എസ് 0 എന്നൊരു ഷിഫ്റ്റ് വന്നാൽ അതിവിടെ എങ്ങനെ വരും, മൈനസ് എസ് 0 എന്ന് വരും. ഇനി ഇവിടെ ഓർക്കുക, ഇവിടെ ഇ റേസ് ടു എസ് 0 ടി പോസിറ്റീവ് വരുവാണെങ്കിൽ ഇവിടെ എന്ത് വരും, മൈനസ് എസ് 0 എന്ന് വരും. ഇവിടെ ഒരു മൈനസ് ടി 0 വന്നാൽ അതിവിടെ മൈനസ് എസ് ടി 0 ആയിട്ട് തന്നെ വരും. അപ്പോൾ പ്രോപ്പർട്ടീസ് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. എനിവേ നമുക്ക് പ്രൂഫ് നോക്കാം. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എസ് 0 ടി എക്സ് ഓഫ് ടി ഈക്വൽ ടു എങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇ റേസ് ടു എസ് 0 ടി, അതായത് ഈ സിഗ്നൽ അങ്ങനെ എഴുതി, ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. അപ്പോൾ ഇതിൽ നിന്ന് രണ്ടെന്ന് എന്തെടുക്കും, ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു എസ് മൈനസ് എസ് 0 ഡി ടി. അപ്പോൾ എന്ത് കിട്ടി, എ സിഗ്നൽ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു എസ് മൈനസ് എസ് 0. സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് എസ് മൈനസ് എസ് 0. ഇതെങ്ങനെയാണ് നമ്മൾ എഴുതിയത്, നമ്മൾ നേരത്തെ ഒരു പ്രോപ്പർട്ടി എഴുതിയപ്പോൾ എഴുതി ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു എസ് ബൈ എ വന്നപ്പോൾ നമ്മളതിനെ എങ്ങനെ എഴുതി, എക്സ് ഓഫ് എസ് ബൈ എ എന്ന് എഴുതി. ഇവിടെ ഇപ്പോൾ എന്താ വന്നേക്കണേ, എക്സ് ഓഫ് ഇൻ്റഗ്രൽ എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി എസ് മൈനസ് എസ് 0. അപ്പോൾ അതെന്താണെന്ന് എഴുതാം, എക്സ് ഓഫ് എസ് മൈനസ് എസ് 0. അത്രേ ഉള്ളൂ. ഈ എസ്സിൽ വരുന്ന അതേ കാര്യം ഇങ്ങോട്ട് വരും. ഇ റേസ് ടു മൈനസ് എസ് ടി ആണെങ്കിൽ ഇത് എക്സ് ഓഫ് എസ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു എസ് മൈനസ് എസ് 0 ആണെങ്കിൽ എക്സ് ഓഫ് എസ് മൈനസ് എസ് 0. ആ ഒരു ഷിഫ്റ്റ് അവിടെയും വന്നേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഷിഫ്റ്റിംഗ് ഇൻ എസ് ഡൊമൈൻ. സോ ദ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് കൺവല്യൂഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൂഫ് ഒന്നും അറിഞ്ഞില്ലെങ്കിലും പ്രോപ്പർട്ടി അറിഞ്ഞേക്കണം. അതായത് എക്സ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സ് ഓഫ് എസ് ആണ്, എച്ച് ഓഫ് ടിയുടേത് എച്ച് ഓഫ് എസും ആണ്. അങ്ങനെയാണെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി എന്താണെന്നാണ് ഇവിടെ കണ്ടുപിടിച്ചേക്കുന്നത്. ഒന്നുമില്ല, നമ്മളിങ്ങനെയാണ് പറയുക, ഇതിൻ്റെ കൺവല്യൂഷൻ എന്ന് പറയുന്നത്, അതായത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് എനിക്ക് എന്ത് കിട്ടും, എക്സ് ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. അതായത് ഇത് രണ്ടും കൂടെ കൺവല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ചെയ്യുന്നതിൽ എളുപ്പം സെപ്പറേറ്റ് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ച് എന്ത് ചെയ്യുന്നതാണ്, പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നതാണ്. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി കൺവല്യൂഷൻ്റെ ഇക്വേഷൻ ഞാൻ എഴുതുകയാണ്. കൺവല്യൂഷൻ ഇക്വേഷൻ എന്താ, ഇൻ്റഗ്രൽ ടോ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടോ എച്ച് ഓഫ് ടി മൈനസ് ടോ ഡി ടോ ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഈ കൺവല്യൂഷൻ്റെ ഇക്വേഷൻ അങ്ങനെ എഴുതി ലാപ്ലാസിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഈ ടി മൈനസ് ടോയ്ക്ക് എന്ത് ചെയ്തു, ക്യാപിറ്റൽ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അപ്പോൾ ഡി ടി എന്ന് പറയുന്നത് എന്ത് കിട്ടും, ക്യാപിറ്റൽ ഇവിടെ ഇവിടെ നിന്നല്ലെങ്കിൽ ഇതിങ്ങനെ നോക്കിയാൽ മതി, ടി മൈനസ് ടോ ഈക്വൽ ടു ക്യാപിറ്റൽ ടി. അപ്പോൾ സ്മോൾ ടി ഈക്വൽ ടു ടി പ്ലസ് ടോ എന്ന് പറയുന്ന ഷിഫ്റ്റാണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡി ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ടി.
അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ, ഈ ഇൻ്റഗ്രൽ അങ്ങനെ തന്നെ വെച്ചു. ദെൻ ഇൻ്റഗ്രൽ ടോ എക്സ് ഓഫ് ടോ എച്ച് ഓഫ് ടി മൈനസ് ടോന് എന്താണെന്ന് എഴുതിയ ക്യാപിറ്റൽ. ഇനി ഡി ടോ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു സ്മോൾ ടിക്ക് പകരം എന്ത് കൊടുത്തു? ടി പ്ലസ് ടോ ഡി ടി. അതായത് ഇവിടെ ഇതിനും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, ഈ ടിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. നമ്മൾ നേരത്തെ പ്രൂഫിലൊക്കെ ചെയ്യുന്ന കണക്ക് തന്നെ. ഇനി എനിക്കതിനെ എങ്ങനെ എഴുതാം? ഇവിടെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ടോയുടെ ടേം ഇപ്പോൾ എവിടെയൊക്കെ വരിക? ഇവിടെ എക്സ് ഓഫ് ടോ വരുന്നുണ്ട്, ഇ റൈസ് ടു മൈനസ് എസ് ടോയും വരുന്നുണ്ട്. അത് അത്ര ഇങ്ങോട്ട് എടുത്തു. ഇൻ്റഗ്രൽ ടോ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടോ ഇ റൈസ് ടു മൈനസ് എസ് ടോ ഡി ടോ ഇൻറ്റു ഇൻ്റഗ്രൽ ടി ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് ടി ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇതെന്ന് പറയുന്നത് എന്താ? എക്സ് ഓഫ് ടോ ഇ റൈസ് ടു മൈനസ് എസ് ടോ ഡി ടോ. അതായത് എക്സിൻ്റെ എക്സ് ഓഫ് ടോ എന്ന് പറയുന്ന സിഗ്നലിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം. ഇത് നോക്കിയേ, ഇൻ്റഗ്രൽ ഇത് ഡബിൾ സൈഡ് 2 സൈഡഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണെന്നേ ഉള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റഗ്രൽ ടി ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് ടി ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. അതെന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ കൺവല്യൂഷൻ. സോ വി ക്യാൻ റൈറ്റ് എക്സ് ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. കാണുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. ജസ്റ്റ് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതായത് കൺവല്യൂഷൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ഈ ടേമിനും ടിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതുമ്പോഴത്തേക്കും കിട്ടും. ഇനി പ്രൂഫ് ഒന്നും അറിഞ്ഞില്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി മസ്റ്റായിട്ട് അറിഞ്ഞേക്കാം.